പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഈ വിശുദ്ധ ദിവസം നിങ്ങളോടൊത്ത് തിരുവനന്തപുരം നഗരത്തിലെ ഈ ആത്മീയ യാത്ര ആരംഭിക്കുവാൻ ദൈവം നൽകിയ പദവിക്ക് ഞാനും എൻ്റെ കുടുംബവും ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന ബഹുമാനപ്പെട്ട എല്ലാ വൈദികരോടും കൊച്ചമ്മമാരോടും സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും വാക്കുകൾ ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവ്യ ശുശ്രൂഷയിൽ ഈ പുൽപ്പിറ്റിലൂടെ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുവാൻ ഞാൻ മുതിരുന്നില്ല. ഇതിന് ശേഷം അതിന് ഒരു സന്ദർഭമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സന്ദർഭത്തിൽ നമുക്കൊന്നിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മധ്യള മഹായിടവകയുടെ എല്ലാ ദേവാലയങ്ങളിലും വിദ്യാഭ്യാസ ഞായറാഴ്ചയായിട്ടാണ് ആചരിക്കുക, എഡ്യൂക്കേഷൻ സൺഡേ. അതിന് കാരണം സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ച് നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ടാണ് പുതിയ അധ്യയന വർഷം നമ്മുടെ സ്കൂളുകളിൽ ആരംഭിക്കുന്നത്. 2 മാസക്കാലത്തെ അവധിക്ക് ശേഷം ആ അവധിയുടെ സന്തോഷം അനുഭവിക്കുവാൻ നമ്മുടെ ഈ തലമുറയ്ക്ക് ഭാഗ്യമില്ല എന്നുള്ള ഒരു ദുഃഖത്തോടു കൂടി പറയപ്പെടുന്ന 2 മാസത്തെ അവധിക്ക് ശേഷം പുതിയ ക്ലാസ്സുകളിലേക്ക് കയറുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരെ പ്രചോദിപ്പിക്കുവാനുമുള്ള ഒരു ഞായറാഴ്ചയായിട്ടാണ് നാം ഈ ദിവസത്തെ വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ചു കേട്ട വളരെ പരിചിതമായ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, വിസ്ഡം ഫ്രം എബവ് എന്നുള്ള ഒരു ചിന്തയാണ്. 2 വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ്. ഒന്ന് നോളജ് എന്നുള്ള വാക്കും മറ്റൊന്ന് വിസ്ഡം എന്നുള്ള വാക്കും. രണ്ടും തത്വത്തിൽ ഒന്ന് എന്ന് പറയാമെങ്കിലും നോളജ് അല്ല അറിവ് എന്ന് പറയുന്നത് നമ്മുടെ വായനയിലൂടെയും നമ്മുടെ ഗൗരവമായ പഠനങ്ങളിലൂടെയും നേടിയെടുക്കുവാൻ കഴിയുമെങ്കിലും വിസ്ഡം എന്ന് പറയപ്പെടുന്നത് അതിനപ്പുറമായി ആംഗലേയ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ്സ് പ്യോർലി ഡിവൈൻ ഇൻസൈറ്റ്. പൂർണ്ണമായിട്ടും ഒരു ദിവ്യമായ ഉൾക്കാഴ്ചയുടെ വാക്കായിട്ടാണ് വിസ്ഡത്തെ നമ്മൾ കാണുക. നമുക്കറിയാം, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുന്നത് മനുഷ്യജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ തകർക്കുവാനും മനുഷ്യജീവിതത്തെ മുൻവിധികൾ ഒഴിവാക്കുവാനും നന്മയുടെ വഴിയിൽ നടക്കുവാനുമുള്ള ഒരു പ്രചോദനമാണ് എപ്പോഴും വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് വിദ്യ കരഗതമാക്കിയാൽ നിങ്ങൾ ലോകത്തിൽ എവിടെയും പോയാൽ നിങ്ങൾക്ക് സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കാമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇതിൻ്റെ അടിസ്ഥാനമായി ദൈവഭയത്തെ ചിത്രീകരിക്കുകയും അതിൻ്റെ 2-ാമത്തെ ഭാഗമാണ് ഏറെ ശ്രദ്ധ അർഹിക്കുന്നത്. വിഡ്ഢികളായ ജനങ്ങൾ പ്രബോധനത്തെ നിരസിക്കും എന്ന് പറയുമ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ ജ്ഞാനത്തെ ഗൗരവത്തോടെ കാണുമെന്നുള്ള ബോധ്യം നമുക്ക് നൽകുന്നത്. നമ്മളിപ്പോൾ പാടിയ പാട്ടിനകത്തും ശലോമോൻ്റെ ബുദ്ധിയെക്കുറിച്ചുള്ള നല്ല വിവരണം നമ്മൾ കേട്ടുവല്ലോ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പഠിതാക്കൾക്കും ഏറെ പരിചിതനായ ഒരാളാണല്ലോ ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിൻ്റെ വാക്കാണ്, ജ്ഞാനം എന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമല്ല, മറിച്ച് അത് നേടാനുള്ള ആജീവനാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആംഗലേയ ഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിസ്ഡം ഈസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് സ്കൂളിംഗ് ബട്ട് ഓഫ് ദ ലൈഫ് ലോങ് അറ്റംപ്റ്റ് ടു അക്വയർ ഇറ്റ്. അപ്പോൾ പഠനമെന്ന് പറയപ്പെടുന്നത്
10-15 ക്ലാസ്സുകളിലായി ഒതുക്കേണ്ടതല്ല, മറിച്ച് ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലത്തെ ആരാധന ഒരുപക്ഷെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ വഴിയാത്തിൽ കാണുന്ന ഒരു സൈൻ ബോർഡാകാം ആ ദിവസത്തെ നമ്മുടെ പഠനത്തിന് ആധാരം. ഒരുപക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ഒരു അപരിചിതരുമായുള്ള സംസാരത്തിലെ ഒരു വാചകമാകാം നമ്മളെ പലപ്പോഴും ചില ബോധ്യങ്ങളിലേക്ക് എത്തിക്കുക. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്ന ഒരു യാചകനാകാം നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ബോധ്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയപ്പെടുന്നത് സ്കൂൾ തലങ്ങളിലോ കോളേജ് തലങ്ങളിലോ ഒതുക്കാവുന്ന ഒന്നല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് തിമോത്തി ഇന്ന് നിങ്ങൾ വായിച്ചു കേട്ടു. അതിനകത്ത് നമ്മൾ വായിച്ചില്ലാത്ത 3-ാമത്തെ അധ്യായത്തിലാണ് വളരെ ഗൗരവമായ 4 ചിന്തകൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ 3-ാമത്തെ അധ്യായം ഇപ്പോൾ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കണം എന്ന് ഞാൻ പറയും. അവിടെ പ്രധാനപ്പെട്ട 4 ചിന്തകൾ പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഫലമായി തെറ്റുകൾ തിരുത്താനുള്ളത്, അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അത് തിരുത്താനുള്ള അവസരമാണ് എന്നൊരു ബോധ്യമുണ്ടാകുമെന്ന്. നമുക്കൊരു തെറ്റ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതൊരു പരിധി വരെ അത് തിരുത്താനുള്ള ഒരവസരമാണെന്നത് പറയുന്നുണ്ട്. ആ 3-ാമത്തെ അധ്യായം പിന്നെ പറയുന്നു, നിരന്തരമായി ദൈവത്തോട് ജ്ഞാനത്തിനായി അഭ്യർത്ഥിക്കണമെന്ന്. അത് പിന്നീട് നമ്മോട് പറയുന്നു, we should not develop wavering faith. We need to have an unwavering faith. അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം. അത് പിന്നെയും നമ്മോട് പറയുന്നു, ഇരുമനസ്സിൻ്റെ ആത്മാവിൽ നമ്മൾ ജീവിക്കുവാൻ പാടില്ല. ഡിസ്മിസ് ഡബിൾ മൈൻഡഡ്നെസ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ലഭിക്കുന്നത് ഒന്ന്, ഒരു പ്രത്യേക ശ്രദ്ധയിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. ഗുണഫലമായി, ഗുണകരമായി വ്യക്തികൾക്കും കുടുംബത്തിനും രാജ്യത്തിനുമുള്ള ഒരു വലിയ സന്ദേശമാണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. അതിൽ തന്നെ ലോകത്തിൽ 2 തരം ആൾക്കാരുണ്ടെന്നാണ് പറയപ്പെടുക. അതിലൊന്ന്, ചിലർക്ക് വിശേഷമായ അധികാരം വിദ്യാഭ്യാസത്തിൽ ലഭിച്ചവരുണ്ട്. Some are privileged enough to receive education. എന്നാൽ ചിലർക്ക് അത് കഠിന അധ്വാനത്തിലൂടെ മാത്രമേ നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ നെൽസൺ മണ്ടേല, BR അംബേദ്കർ, ഒരു പക്ഷേ മഹാത്മാഗാന്ധി, ഇവരൊക്കെ തന്നെ തങ്ങളുടെ കഠിന അധ്വാനത്തിലൂടെ നേടിയെടുത്തവരാണ്. മഹാത്മാഗാന്ധിയെപ്പറ്റി നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എങ്കിലും തൻ്റെ പാശ്ചാത്യ നാടുകളിലെ വിദ്യാഭ്യാസം ഒരു പക്ഷേ തൻ്റെ വർണ്ണം കൊണ്ട്, തൻ്റെ വർണ്ണത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട്, അല്ലെ വർണ്ണം ഉണ്ടാക്കിയ പ്രതിസന്ധികൾ മൂലം അത് നേടിയെടുത്തത് കഠിനാധ്വാനത്തിലൂടെയാണ്. BR അംബേദ്കറോ നെൽസൺ മണ്ടേലയോ മഹാത്മാഗാന്ധിയും ഒക്കെ നമുക്ക് വളരെ അന്യരായി നിൽക്കുമ്പോൾ നമുക്ക് വളരെ പരിചിതമുള്ള ആളാണ് നമ്മുടെ സഭയുടെ തലസ്ഥാനത്തിനടുത്തുള്ള ഉഴവൂർക്കാരനായ KR നാരായണൻ. അദ്ദേഹത്തെ നമുക്ക് നന്നായിട്ടറിയാം. രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗരനായി അവരോധിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരംഭം അത് വളരെ പരിമിതമായ, വളരെ പരാജയത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. KR നാരായണനെ ഓർക്കുമ്പോൾ നമ്മൾ മറന്നുകൂടാത്ത ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഏതോ പഠനകാലത്ത്, സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമാണോ അതോ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടമാണെന്നറിയില്ല, അദ്ദേഹം പഠിച്ചത് നമ്മുടെ തന്നെ CMS കോളേജിലാണല്ലോ. ഏതോ അധ്യാപകൻ ഭാവിയിൽ ആരാകണമെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ KR നാരായണൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാചകം വായിക്കുന്നവർക്കും അറിയുന്നവർക്കും അറിയാമല്ലോ. ബാബുവിൻ്റെ വീട്ടിലെ ഒരു നായ്ക്കുട്ടിയായാൽ മതി എന്ന അദ്ദേഹത്തിന് വിഖ്യാതമായ ഒരു സന്ദേശം. ഒരുപക്ഷെ KR നാരായണൻ ഈ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുമ്പോൾ തൻ്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ഒരു ബാബു എന്ന ഒരുപക്ഷെ ആ പേര് ഒരു പ്രതീകാത്മക പേരാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ വല്ലപ്പോഴുമൊക്കെ ബാബു എന്ന പയ്യൻ്റെ വീട്ടിലേക്ക്, കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നായ്ക്കുട്ടിയുടെ പ്രിവിലേജ് തനിക്ക് ലഭിക്കുന്ന ഭക്ഷണത്തെക്കാൾ പരിചരണത്തെക്കാൾ വളരെ കൂടുതലാകുന്നതുകൊണ്ട് KR നാരായണൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകളാണ് ഒരുപക്ഷെ ജീവിതത്തിൽ ആരാകണമെന്ന പ്രാഥമിക താല്പര്യം ബാബുവിൻ്റെ വീട്ടിലെ ഒരു നായ്ക്കുട്ടിയായാൽ മതി എന്നുള്ളത്. ആ ചെറിയ തുടക്കമാണ്
ആ കഠിനാധ്വാനത്തിലൂടെ മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹത്തെ വളർത്തിയത് എന്ന് ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ചിലർക്ക് പരമ്പരാഗതമായി ഇത് അനുഭവേദ്യ അല്ലെങ്കിൽ അനുഗ്രഹമായി മാറുമ്പോൾ പലരും ഇത് കഠിനമായി അധ്വാനിച്ച് നേടിയെടുക്കുവാൻ കാരണം അവരുടെ പശ്ചാത്തലം സുഖകരമല്ല എങ്കിലും ദൈവത്തിന് അത് നൽകുവാൻ കഴിയുമെന്ന ബോധ്യമാണ് ഒരു പക്ഷേ അവരെ അതിലേക്ക് നയിച്ചത്. ചില കാര്യങ്ങളൊക്കെ രാവിലെയുള്ള ആരാധനയിൽ ഞാൻ സൂചിപ്പിച്ച് ഓർപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇത് കുഞ്ഞുങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു ആരാധനയാകുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ പലതും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് തങ്ങൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹ ദിവസങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഇവിടെ ഇരിക്കുന്ന പല മാതാക്കളുടെയും പിതാക്കളുടെയും ജീവിതത്തിലുണ്ട്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സുഖകരമായ ജീവിതത്തിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ ഒരിക്കലും സാധ്യത ലഭിക്കാത്തവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. ഒരുപക്ഷെ പരമ്പരാഗതമായി ലഭിക്കേണ്ടത് പലതും നിഷേധിക്കപ്പെട്ടപ്പോഴും കഠിന അധ്വാനത്തിലൂടെ നേടിയെടുത്ത് ഈ നഗരത്തിലേക്ക് ചേക്കേറിയവരുടെ തലമുറകൾക്ക് ഒരുപക്ഷെ അതിൻ്റെ സന്തോഷാനുഭവങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭ്യമാകുമ്പോഴും ലഭിക്കുന്ന പല അനുഗ്രഹ നിമിഷങ്ങളെയും അതുപോലെ ഉപയോഗിക്കാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് വിദ്യാഭ്യാസ ഞായറാഴ്ച പറയാറുണ്ട്, ജീവിതത്തിൻ്റെ ആദ്യത്തെ 15 വർഷം സുഖകരമായി ജീവിച്ചാൽ അടുത്ത 50 വർഷം ദുരിതത്തിൽ ജീവിക്കാം. ആദ്യത്തെ 15 വർഷം 20 വർഷമോ വളരെ കഠിനാധ്വാനം ചെയ്താൽ ജീവിതത്തിൻ്റെ അടുത്ത 50-60 വർഷം സുഖകരമായി ജീവിക്കാം. ഇഫ് യു എൻജോയ് ഫോർ ദ ഫസ്റ്റ് 15 years, you will suffer for another 50 years. And if you enjoy for 15 years, you will suffer for another 50 years. ഈ ഒരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ലഭിച്ച വിദ്യാഭ്യാസ കാലഘട്ടം, ആ പ്രിവിലേജ്, അതിനെ ഗൗരവമായി കാണുവാൻ ഈ നഗരത്തിൽ പലയിടത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നമുക്കായി ദൈവം തന്ന വാഗ്ദാനമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അത് ഏറ്റെടുക്കുവാൻ ഈ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട ശലോമോൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചത് 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെയാണ് വിഖ്യാതമായ ശലോമോൻ്റെ ബുദ്ധിയുടെ ലോകം അംഗീകരിക്കപ്പെട്ട വിവരണം കാണുക. ലോകത്തിലെ എല്ലാ സെക്യുലർ മേഖലയിലെ ആൾക്കാർക്കും ഏത് അഡ്വക്കേറ്റുമാർ പഠിക്കാൻ പോയാലും അവരുടെ പഠനകാലത്തിൽ ഒരിക്കലെങ്കിലും പരാമർശിക്കുന്ന ഒരു കാര്യമാണ് വിഖ്യാതമായ സോളമൻ്റെ ബൗദ്ധികമായ വിധി ഇടപാട്. ആ ബൗദ്ധിക ഇടപാടിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി വായിച്ചു കേട്ടു. ബന്ധപ്പെട്ട 3 ചിന്തകൾ പറഞ്ഞ് ഈ പ്രഭാതത്തിലെ ധ്യാനം അവസാനിക്കാം എന്ന് വിചാരിക്കുകയാണ്. എന്താണ് ശലോമോൻ്റെ പ്രത്യേകത? ശലോമോനും നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. ശലോമോനും ജീവിതത്തിൽ വിശേഷ അധികാരങ്ങളൊന്നും ലഭ്യമായതായി വലിയ രേഖകളൊന്നുമില്ല. പക്ഷേ ദർ ഈസ് സംതിങ് ഡിഫറൻറ്റ് ഇൻ ഹിം. വി സീ സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഇൻ ഹിം. നമ്മൾ ചിലത് വളരെ ഗൗരവമായും അസാധാരണമായി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രാഥമിക ചിന്ത, വിദ്യാഭ്യാസത്തിൽ അതിൽ മുന്നോട്ട് പോകുന്നവർ ഇംബൈബ് ദ സ്പിരിറ്റ് ഓഫ് ഗിബേൺ എക്സ്പീരിയൻസ്. ഒരുപക്ഷെ ആ വാക്ക് നിങ്ങൾക്ക് പരിചിതമാകാം. ഗിബേൻ എന്ന സ്ഥലം, അത് നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലാണ്. നമുക്കറിയാവുന്ന പോലെ ഗിബേൻ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഗിബേൻ എന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് വേർഷിപ്പ് ആൻഡ് സാക്രിഫൈസ്. ആരാധനയുടെയും ബലിയർപ്പണത്തിൻ്റെയും ഇടമാണ് ഗിബേൻ എന്ന് പറയപ്പെടുന്നത്. അവിടെയാണ് ശലോമോൻ തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഇറക്കി വയ്ക്കുന്ന ഇടം. അവിടെയാണ് താൻ ആരാധനയ്ക്കായി കൂടി വരുന്നത്. അവിടെയാണ് താൻ ബലിയർപ്പിക്കുവാൻ കൂടി വരുന്നത്. അവിടെയാണ് വിഖ്യാതമായ ഒരു മാറ്റത്തിലേക്ക് ശലോമോൻ നടന്നെടുക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ശലോമോൻ. നമ്മളെപ്പോലെ ആർജിച്ചെടുക്കാവുന്ന ബുദ്ധി മാത്രമേ ശലോമോനുമുള്ളൂ. പക്ഷേ എന്താണ് ഗിബേൻ എക്സ്പീരിയൻസ് എന്ന് പറയപ്പെടുന്നത്? ആരാധനയുടെയും ബലിയർപ്പണത്തിൻ്റെയും ആത്യന്തികമായ ഒരു നിമിഷത്തിൽ ദൈവസാന്നിധ്യം ശലോമോനോട് ചോദിക്കുകയാണ്,
എന്താണ് നിനക്ക് ആവശ്യം? ലോകത്തിൽ മനുഷ്യരെ സംബന്ധിച്ച് ഇത്തരമൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ വ്യത്യസ്തമായി മറുപടി പറയും. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ 1 കോടിയുടെ കാരുണ്യ ലോട്ടറിയും ഒരു ആരോഗ്യമുള്ള ശരീരം വേണമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെടുക്കും? ഞാൻ നിങ്ങൾ നോക്കി തുറച്ചിരിക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇടത് കൈയിൽ 1 കോടിയുടെ കാരുണ്യ ലോട്ടറിയും മറ്റേ സൈഡിൽ ഒരു ആരോഗ്യമുള്ള ശരീരം ഏത് വേണമെന്ന് ദൈവം ചോദിച്ചാൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? ഞാൻ പണ്ടിരുന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ആദ്യം കാരുണ്യ ലോട്ടറി, പിന്നെ ആരോഗ്യമുള്ള ശരീരം, രണ്ടും വേണം. ഇതാണ് നമ്മുടെ മനോഭാവം. എന്നാൽ ശലോമോനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ഒരു തലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് സമ്പത്തിനേക്കാൾ, സൗന്ദര്യത്തേക്കാൾ, മറ്റ് സൗഹൃദങ്ങളെക്കാൾ എൻ്റെ ജീവിതത്തിൽ ഈ ജനത്തെ ന്യായപരിപാലനം ചെയ്യുമ്പോൾ തെറ്റും കുറ്റവും തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം മാത്രം മതി എന്ന് പറയുമ്പോൾ വി നീഡ് ടു ഹാവ് ദറ്റ് ഡിവൈൻ എൻകൗണ്ടർ. നമുക്കും ആ ഒരു എന്താ പറയുക ദൈവികമായ അഭിമുഖം, അന്വേഷണം ആവശ്യമാണ്. അതാണ് ഗിബേൻ എക്സ്പീരിയൻസ് എന്ന് പറയുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് അത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആരോ പറഞ്ഞിട്ടുണ്ട്, ഓരോ ആരാധനകളും ദൈവിക വെളിപാടുകളുടെ നിമിഷങ്ങളാകണം. നമ്മുടെ ഓരോ ആരാധനകളും ദൈവിക വെളിപാടുകളുടെ നിമിഷങ്ങളാകണം. എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരവസരം അവിടെ ഉണ്ടാകണം. അതാണ് ഒരുപക്ഷെ ശലോമോൻ്റെ ജീവിതത്തിലെ ഗിബേൻ എക്സ്പീരിയൻസ് എന്ന് പറയപ്പെടുന്നത്. ആരാധനയിൽ ഒരു വെളിപാട്. അവിടെയാണ് ദൈവത്തിന് പ്രസാദകരമായ അപേക്ഷകൾ നാം കഴിക്കുന്നത്. ദൈവത്തിന് പ്രസാദകരമായ അപേക്ഷകൾ. എന്താ ദൈവത്തിന് പ്രസാദകരമായ അപേക്ഷ? 2 രീതിയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാം. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് വിജയത്തിനായി കാത്തിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് നല്ല വിജയം തരണമേ. എന്നാൽ രണ്ടാമത് ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കാം, ദൈവമേ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പായ ആൾ ഞാനായിരിക്കണം, ബാക്കി എല്ലാവർക്കും എൻ്റെ മാർക്കിൻ്റെ പകുതിയെ കർത്താവെ കൊടുക്കാവേ. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അങ്ങനെയും നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് ദൈവത്തിന് പ്രസാദകരമായ അപേക്ഷ എന്ന് പറയപ്പെടുന്നത്. സോ ആ ദൈവത്തിന് പ്രസാദകരമായ അപേക്ഷയാണ് ഒരു പക്ഷേ ഗിബേനിൽ വെച്ച് ശലോമോൻ ദൈവത്തോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഇംബൈബ് ദ സ്പിരിറ്റ് ഓഫ് ഗിബേൻ എക്സ്പീരിയൻസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ആ ഗിബേൻ എക്സ്പീരിയൻസ് അനുഭവത്തിൻ്റെ അന്തസത്തയെ, ആ ആത്മാവിനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയണം. രണ്ടാമത്തെ ചിന്ത, ഇംബൈബ് ദി സ്പിരിറ്റ് ഓഫ് സോളമൻസ് ഡിസേൺമെൻറ്റ്. ശലോമോൻ്റെ വിവേചനത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ കഴിയണം. വിവേചനത്തിൻ്റെ ആത്മാവ്. എന്താണ് വിവേചനം എന്ന് പറയപ്പെടുന്നത്? നമുക്കറിയാമല്ലോ, ധ്യാന നിരത നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ധ്യാന നിരത നിമിഷങ്ങൾ എന്താ പ്രത്യേകത? ധ്യാന നിരത നിമിഷം എന്ന് പറയപ്പെടുന്നത് ദൈവത്തോട് സംസാരിക്കുവാനും ദൈവത്തിന് കേൾക്കാനുമുള്ള സന്ദർഭങ്ങളാണ്. ദൈവത്തോട് ചിലത് പറയാനുണ്ട്, ചിലത് ദൈവത്തെ കേൾക്കാനുമുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയപ്പെടുന്നത് സൈലൻസ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ എവറിഥിങ്. എല്ലാറ്റിനും ധ്യാനാത്മകമായ നിമിഷങ്ങൾ അനുഗ്രഹകരമാണ്. ഇങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന ലോകത്തിൽ നിന്നും കുറേ സംസാരിക്കുന്ന ലോകത്തിലേക്കൊന്ന് ഒതുങ്ങുമ്പോൾ നമുക്ക് ദൈവത്തോടും സൃഷ്ടിതാവിനോടും സംവേദിക്കാൻ ഒത്തിരി സമയം കിട്ടും. മറിച്ച് ഇഫ് യു വാണ്ട് ടു ടോക്ക് മോർ, ഗോഡ് വിൽ നെവർ ടോക്ക് ടു യു. യു വിൽ നെവർ അലൗ ഗോഡ് ടു ടോക്ക് ടു യു. നിന്നോട് സംസാരിക്കാൻ, എന്നോട് സംസാരിക്കാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അതുകൊണ്ട് ശലോമോൻ്റെ പ്രത്യേകത അവിടെ ഇരുന്ന് ദൈവം തരുന്നതിനെ കൃത്യമായി കേൾക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അവിടെ ഒരു വിമർശനാത്മകമായ അന്വേഷണ മനോഭാവം ഉണ്ടാകും. ദർ വിൽ ബി എ ക്രിട്ടിക്കൽ എൻക്വയറി സ്പിരിറ്റ്. എന്താ ക്രിട്ടിക്കൽ എൻക്വയറി സ്പിരിറ്റ് എന്ന് പറയപ്പെടുന്നത്? ഭക്തിയിലും ഒരു യുക്തിയുണ്ട്. ഞാൻ എൻ്റെ വേദപഠന കാലത്ത് സെമിനാരി പഠിക്കുമ്പോൾ എൻ്റെ പ്രൊഫസർ, തിയോളജിക്കൽ പ്രൊഫസർ OV ജത്തന, അദ്ദേഹം വേൾഡ് റിനൗണ്ടാണ്. വളരെ ഹമ്പിളായിട്ട് നമ്മുടെ KK കോശിയച്ചനെ പോലെ വളരെ ചെറുക്കമായി
ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ച് GTH പഠിച്ച് BTH പഠിച്ച് അങ്ങനെ വലിയ ഒരു തിയോളജിയനായാണ് OV ജത്തന. അപ്പോൾ എൻ്റെ പഠനകാലത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യനൈസേഷൻ, അതായത് ഭാരതവൽക്കരണം. ആ ഭാരതവൽക്കരണം നമ്മുടെ നാട്ടിലും വന്നു. നമ്മുടെ നാട്ടിൽ 80കളിൽ ലിബറേഷൻ മൂവ്മെൻ്റെ ഭാഗമായിട്ട് ഈ ഭാരതവൽക്കരണത്തിൻ്റെ സന്ദേശം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഇനി അപ്പവും വീഞ്ഞു എന്ന് വേണ്ട, പകരം നമുക്ക് നാട്ടിൽ ലഭ്യമാകുന്ന കള്ളും കപ്പയും മതി നമ്മുടെ അൾത്താരയിൽ വിഭജിച്ച് നൽകാനെന്ന് പറഞ്ഞ ഇന്ത്യനൈസേഷനുണ്ട്. അപ്പോൾ ഉദ്ദേശിച്ചത് മാത്രമല്ല, ഈ അപ്പവും വീഞ്ഞിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ആരംഭകാലത്ത് ഗോതമ്പും മുന്തിരിയുമായിരുന്നുവെങ്കിൽ ഇവിടെ ലഭ്യമാകുന്ന കപ്പയും കള്ളുമാണ്, അതാകട്ടെ എന്ന് പറഞ്ഞ ഇന്ത്യനൈസേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദേശവൽക്കരണത്തിൻ്റെ ചില സന്ദേശങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വലിയ സന്ദേശം OV ജത്തൻ എന്ന് പറയപ്പെടുന്ന തിയോളജിന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: വി ആർ നോട്ട് ഗോയിങ് ടു പാലസ്റ്റൈൻ ടു ടേക്ക് വീറ്റ് ടു മേക്ക് ബ്രെഡ്, വി ആർ മേക്കിംഗ് ബ്രെഡ് ഔട്ട് ഓഫ് ഇന്ത്യൻ വീറ്റ്. വി ആർ നോട്ട് ഗോയിങ് ടു പാലസ്റ്റൈൻ ടു ടേക്ക് ഗ്രേപ്പ് ടു ക്രഷ് ആൻഡ് മേക്ക് wine. We are taking wine out of Indian grapes and crushing it here. So it's already Indianized. അതിൻ്റെ അർത്ഥം യുക്തിയുണ്ട്, ഭക്തിയിലും ഒരു യുക്തി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ധ്യാന നിമിഷങ്ങളിൽ we need to have a critical enquiry spirit pertaining to anything ahead of us. നമ്മുടെ ജീവിതത്തിലെ, നിത്യജീവിതത്തിലെ, സ്വകാര്യ ജീവിതത്തിലെ ഏതിനോടും വിമർശനാത്മകമായ ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇംബൈബ് the spirit of Solomon's discernment. ആ ഒരു വിമർശനാത്മകമായ തിരിച്ചറിവിൻ്റെ അന്തസത്ത നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ചിന്ത ഇതാണ്: ലീൻ ഓൺ സോളമൻസ് കൺവിക്ഷൻ വെൻ മേക്കിംഗ് ഡിസിഷൻസ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശലോമോൻ്റെ ബോധ്യത്തിൽ മുന്നേറണം. ശലോമോൻ്റെ ബോധ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. വളരെ ഗൗരവമായ വിഷയത്തെ ഇടപെടുകയാണ്. എന്താ ശലോമോൻ്റെ മനസ്സിലേക്ക് പോയത്? പ്യുവറായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇമോഷണാലിറ്റിയും മദർഹുഡിൻ്റെ പ്രത്യേകതയും മനുഷ്യൻ്റെ വൈകാരികതയും ഒരമ്മയുടെ ഭാവത്തിൻ്റെയും സത്യത്തെ കൃത്യമായി വിവേചിക്കാൻ ദൈവബുദ്ധി, ഡിവൈൻ ഇൻസൈറ്റ് ഉപയോഗിച്ച ശലോമോനാണ് ഈ കുട്ടിയെ പിളർത്താമെന്നുള്ള സന്ദേശം കൊടുക്കാനുള്ള ബോധ്യം കൊടുക്കുന്നത്. അത് വിജയിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശലോമോൻ്റെ ബോധ്യത്തിലേക്ക് നമ്മൾ വീഴേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലുമുണ്ട്. നമുക്കറിയാലോ, കുഞ്ഞുങ്ങൾക്കൊക്കെ സൺഡേ ഈസ് നോട്ട് എ ഡേ ഓഫ് വേർഷിപ്പ്, ആരാധനയുടെ ദിവസമല്ല. നമുക്ക് ആ ദിവസമാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാനുള്ള സമയം. പക്ഷേ എനിക്ക് ഈ കുഞ്ഞുങ്ങളോട് ഒരാളെ പരിചയപ്പെടുത്താനായിട്ടുണ്ട്. ആളിൻ്റെ പേര് എറിക് ലിഡൽ എന്നാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ച് മനസ്സിലാക്കി, ഞാൻ മലയാളിയാകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ വായിക്കുന്ന എറിക് ലിഡൽ എന്നാണ്. അദ്ദേഹം ചൈനയിലേക്ക് പോയ ഒരു സ്കോട്ടിഷ് മിഷണറി ഫാമിലിയുടെ ഭാഗമാണ്, അവരുടെ മകനാണ്. അപ്പോൾ അദ്ദേഹം 1924 ഒളിമ്പിക്സിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഐറ്റം എന്ന് പറയപ്പെടുന്നത് 100 മീറ്ററാണ്. നമുക്കറിയാം, 100 മീറ്റർ ഓടുന്നവൻ 400 മീറ്റർ ഓടില്ല, 400 മീറ്റർ ഓടുന്ന ആൾ റിലേ ഓടില്ല. ഇതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ഈ 100 മീറ്ററിൽ ഫോക്കസ് ചെയ്ത എറിക് ലിഡലിന് ഒരു ദുർഗതി ഉണ്ടായി. തൻ്റെ മത്സരം ഷെഡ്യൂൾ ചെയ്തത് ഒരു സൺഡേ ആയിരുന്നു. മറ്റൊരു വാദഗതിക്കോ മറ്റൊരു ചിന്തയ്ക്കോ ഒരു പക്ഷേ സമയം കൊടുക്കാതെ എറിക് ലിഡൽ അതിൽ നിന്ന് പിന്മാറി. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ലോർഡ്സ് ഡേ ഈസ് ഹോളി ദാൻ മൈ പേഴ്സണൽ ഗ്ലോറി. ഞാൻ വീണ്ടും ആവർത്തിക്കുക, ലോർഡ്സ് ഡേ ഈസ് ഹോളി ദാൻ മൈ പേഴ്സണൽ ഗ്ലോറി. എൻ്റെ സ്വകാര്യ മഹത്വത്തെക്കാൾ, സന്തോഷത്തെക്കാൾ ദൈവിക അല്ലെങ്കിൽ ശബത്ത് ദിവസത്തിൻ്റെ സന്തോഷം അത് വളരെ വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഈ എറിക് ലിഡൽ 100 മീറ്റർ മത്സരത്തിൽ നിന്നും പിന്മാറുകയാണ്. പിന്നീട് ചരിത്രം റെക്കോർഡ് ചെയ്യുന്നു. അല്പം വിസമ്മതത്തോടെയാണെങ്കിലും ഈ എറിക് ലിഡൽ 400 മീറ്റർ മത്സരത്തിൽ എൻറോൾ ചെയ്യുകയാണ്. പരിചിതമല്ലാത്ത മത്സരത്തിൽ അദ്ദേഹം ചേർന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒരു സ്വർണ്ണ മെഡൽ ലഭിച്ചു എന്ന് മാത്രമല്ല, ലോകത്തിലെ മറ്റൊരു റെക്കോർഡും കൂടി അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. 47.6 സെക്കൻഡ് കൊണ്ട് 400 മീറ്റർ ഓട്ടം പൂർത്തീകരിച്ച് ആളെന്ന നിലത്തിലേക്ക് എറിക് ലിഡൽ മാറ്റപ്പെടുകയാണ്. നമ്മുടെ തീരുമാനങ്ങളിൽ പലപ്പോഴും നമുക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടാകണം.
ആ ബോധ്യങ്ങളാണ് ശലോമോൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏത് തീരുമാനങ്ങളിലും ഒരു ഡിവൈൻ ഇൻസൈറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഡിവൈൻ ഇൻസൈറ്റിനെ ഇഗ്നൈറ്റ് ചെയ്യണം. അതെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ വ്യത്യസ്തമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് എൻ്റെ 3 ചിന്തകളുടെ മനസ്സിലേക്ക് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, ശലോമോൻ്റെ ഗിബയൻ അനുഭവത്തിൻ്റെ അന്തസത്ത നമ്മൾ സ്വീകരിച്ചെടുക്കണം. ശലോമോൻ്റെ വിവേചനത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളണം. ശലോമോൻ്റെ ബോധ്യങ്ങൾ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ സ്വാധീനിക്കണം. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. നമ്മുടെ ജ്ഞാനകീർത്തന പുസ്തകത്തിൽ 188 ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: പൊൻവെള്ളികളെക്കാൾ ഏറ്റവും നിൻ വേദപ്രമാണം എൻ്റെ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ്. ആ പാട്ടിൻ്റെ അന്തസാരം ഇതാണ്: ജീവിതത്തിലെ ഏത് നിമിഷങ്ങളിലും വേദവചനത്തിൻ്റെ ആഴമേറിയ ബോധ്യം നമ്മളെ നയിക്കുന്നത് നല്ല ദിശാബോധത്തിലൂടെയാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കും അത് നിഷേധിക്കാനാകില്ല. ഈ നഗരത്തിലേക്ക് കുടിയേറുമ്പോൾ ജീവിതം ഇങ്ങനെയൊക്കെ ആകുമെന്നും ഈ നഗരത്തിൽ 1 ഇഞ്ച് മണ്ണ് വാങ്ങുവാൻ ഇടയാകുമെന്ന് പ്രതീക്ഷിച്ചവരല്ല നമ്മളിൽ പലരും. എന്നാൽ ഈ ആരാധനായിടവും ഈ ആലയവുമൊക്കെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗമാക്കി നെഞ്ചോട് ചേർത്തതുകൊണ്ടാണ് ജീവിതത്തിൽ വ്യത്യസ്തത ഉണ്ടായത്. അതുകൊണ്ട് ആ വചനത്തെ നെഞ്ചോട് ചേറ്റുവാനും സൂചിപ്പിച്ചതുപോലെ ശലോമോൻ സ്വീകരിച്ച അതേ സത്ത, ആ ആത്മീക സത്ത ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കാൻ ദൈവമേ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് 188 കീർത്തനത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് നമുക്കെല്ലാവർക്കും പാടാം. പിതാവായ ദൈവത്തിന്, പുത്രനാം ദൈവത്തിന്, പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് സകല ബഹുമാനം മഹത്വവും സദാകാലം ഉണ്ടായിരിക്കുമാറാകട്ടെ.